ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള സാധനമാണെന്നറിയാം. ഇതൊരു ജാതിമരമാണ്. ബിഗ് എന്നൊക്കെ ഞാൻ കൊടുത്തെങ്കിലും വലിയ കുഴപ്പമില്ല. കുറച്ച് നാൾ കൊണ്ട് പെട്ടെന്ന് അത്രയും വലുതായ ഒരു ജാതിമരമാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ളതാണ്. നമ്മൾ മിക്കവാറും കാണുന്നതാണ്. അത് പെട്ടെന്ന് അത്ര ഉയർന്നു പോയി. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് അദ്ദേഹം ആ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഫ്രൂട്ട്സും ജാതിയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നട്ടിരിക്കുന്നത്. ഇത് ഇല കാണത്തില്ലാത്ത പോലെ ജാതിക്ക ഇതിൽ കായ്ച്ചു കിടക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയുകൊണ്ട് ഞാനൊന്ന് പിടിച്ചിട്ടെന്നുള്ളൂ. എന്തുമാത്രം കായ എണ്ണാനേ പറ്റത്തില്ല. ആ ജാതി നിറച്ച് കായ, ഇല കാണത്തില്ലാത്ത പോലെയുള്ള ജാതിക്ക. ഇത് പിന്നെ അയാളുടെ തോട്ടമാണ്. അവിടെ അബിയുവും പിന്നെ അബിയു പിന്നെ വേറെ കുറേ ഫ്രൂട്ടുകളുണ്ട്. അതായത് പൊതുവായിട്ടുള്ള നമ്മുടെ റംബുട്ടാനും പുതിയ ഫെലൂസാനും ഇതാണ് അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഈ അബിയുവിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അബിയു ഒരു മഞ്ഞ കളറിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അബിയു ഫ്രൂട്ട് എങ്ങനെയാണ് കഴിക്കുന്നതെന്നും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് കേരളത്തിലുണ്ടാകുന്നത്, എന്തെല്ലാം പ്രയോജനങ്ങൾ അതിനുണ്ടെന്നും നമുക്കറിയാൻ പറ്റും. ഇത് പഴം, ഇതിൻ്റെ അകത്ത് 1-2 പഴങ്ങൾ താഴെ കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു മഞ്ഞ കളറിലാണ് ഇതിൻ്റെ പഴം വരുന്നത്. ബാക്കി പഴം മുഴുവൻ പറിച്ചതാണെന്ന് തോന്നുന്നു. നെറ്റിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൂവായിട്ട് വളർന്നു വരുന്നുള്ളെന്ന് തോന്നുന്നു. മിക്കവാറും സമയങ്ങളിലുള്ളതാണ്. നല്ലൊരു ഫ്രൂട്ടാണ് അബിയു. അപ്പോൾ ഇപ്പം കേരളത്തിലെ കൃഷി രീതികളൊക്കെ മാറിയിരിക്കുന്നു. റബ്ബർ മാത്രം വെക്കുന്ന രീതികളൊക്കെ മാറ്റി ആൾക്കാർ ഫ്രൂട്ട്സും ഫലവൃക്ഷങ്ങളും ഒക്കെ വെച്ച് തുടങ്ങി. ആരോഗ്യത്തിന് ഇതൊക്കെ വേണമെന്ന് വിചാരിച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.